അബുദാബി മുസഫയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം. എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് അബുദാബി അധികൃതർ അറിയിച്ചു. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, മൂന്നാം ദിനവും ഇറാന്റെ അമേരിക്കക്ക് നേരെയുള്ള ആക്രമണം അത് ഇന്നും നമ്മൾ അബുദാബിയിൽ കാണുകയാണ്. മുസഫയിൽ ഡ്രോൺ അയച്ച് അവിടെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചിരിക്കുന്നു. ആർക്കും പരിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. തീ നിയന്ത്രണ വിധേയമാക്കിയെന്നാണല്ലോ അറിയുന്നത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? മഹേഷ്, ഇന്ന് വൈകുന്നേരമാണ് ഈ ആക്രമണം നടക്കുന്നത്. മുസഫയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെയായിരുന്നു ഡ്രോൺ ആക്രമണം. ഇന്ന് മൊത്തം 148 ഡ്രോണുകൾ UAE-യിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. അതിലൊന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിച്ച ഒരു ഡ്രോണാണ് ഈ ഫ്യൂവൽ ടെർമിനലിൽ തീപിടുത്തത്തിന് കാരണമായത്. തീ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് അബുദാബി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ആളപായമില്ല. ഇന്ന് മൂന്നാം ദിവസം നടന്ന ആക്രമണങ്ങളിലൊന്നും തന്നെ ജീവപായമില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. എന്നാൽ ഇന്ന് 10 പേർക്ക് കൂടുതൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതോടെ മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം UAE-യിൽ 68 മാറിയിട്ടുണ്ട്. ഇന്ന് 9 ബാലിസ്റ്റിക് മിസൈലുകളും അതേപോലെ തന്നെ 6 ക്രൂയിസ് മിസൈലുകളും UAE-ക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അബുദാബിയിലും അതേപോലെ തന്നെ ഡ്രോണുകൾ പതിച്ച് അപകടമുണ്ടായിരുന്നു. റാസൽ ഖൈമയിൽ അൽഹമറ വില്ലേജിലാണ് ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് തീപിടുത്തമുണ്ടായത്. മൂന്നാം ദിവസവും ആക്രമണം തുടരുന്നു എന്നുണ്ടെങ്കിലും UAE-യിലെ ഒട്ടുമിക്ക വിമാനങ്ങളും ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ശുഭകരമായ വാർത്ത. അബുദാബി വിമാനത്താവളവും അതേപോലെ തന്നെ ദുബൈയിലെ DXB DWC വിമാനത്താവളങ്ങളും ഷാർജ വിമാനത്താവളവും ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ നാട്ടിലെത്തിക്കാൻ മുൻഗണന നൽകിക്കൊണ്ടാണ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. ഇതിന്റെ ആദ്യ വിമാനങ്ങൾ കൊച്ചിയിലും അതേപോലെ തന്നെ ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം വിമാന കമ്പനികൾ അറിയിക്കുന്നത് ഇത് ഭാഗികമായ സർവീസ് മാത്രമാണ്. ഇത്തിഹാദിന്റെ കൊമേഴ്സ്യൽ സർവീസ് മാർച്ച് 4-ന് ഉച്ചയ്ക്ക് 2 വരെ ഇത് റദ്ദാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എമിറേറ്റ്സ് വിമാനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ കൊമേഴ്സ്യൽ സർവീസ് നടത്തുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് മസ്കത്തിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ സർവീസ് ആരംഭിക്കുന്നുണ്ട്. നാളെ മസ്കത്തിലേക്കും തിരിച്ചും സർവീസുകൾ നടത്തും. പക്ഷേ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ നാളെ 12 മണി വരെ റദ്ദാക്കിയിരിക്കുകയാണെന്ന്, അതായത് രാത്രി 12 മണി വരെ റദ്ദാക്കിയിരിക്കുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. മഹേഷ്.